രാമു കാര്യേട്ടനൊക്കെ ചെമ്മീൻ അവാർഡ് കിട്ടുന്ന ഗോൾഡ് മെഡൽ കിട്ടുന്ന അതേ വർഷം തന്നെയാണ് കാവ്യമേളയ്ക്ക് സിൽവർ മെഡൽ കിട്ടുന്നത്. അപ്പോൾ അച്ഛനധികം അവാർഡുകൾ, അത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടിയില്ലെങ്കിലും ഇത് ഞങ്ങൾക്കെല്ലാം നല്ല ഓർമ്മയുള്ളൊരു സംഗതിയാണ്. അതിലെ പാട്ടുകളാണ് ആ ചിത്രത്തെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഫോക്ക് സോങ് പോലെ ആയിപ്പോയ ഒരു പാട്ടാണ് സ്വപ്നങ്ങൾ എന്നുള്ള പാട്ട്. അത് ഈ പാട്ടിന് ഒരുപാട് പ്രചാരം വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയുണ്ടാകും. സ്വപ്നങ്ങൾ എന്നുള്ള പാട്ടിന് ആ ഒരു ദുര്യോഗം വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ടു പോപ്പുലർ ദാറ്റ് യു ഡോണ്ട് ലിസൺ ടു ഇറ്റ്. അതിനകത്ത് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ആശയത്തിൻ്റെ എന്തൊരു നല്ല ചമത്കാരമാണ്. ചുവരുകളില്ലാതെ ചിത്രങ്ങൾ എഴുതുന്നു നിങ്ങൾ എന്നുള്ളത്, അതിൻ്റെ ഒരു സൈക്കോളജി നമ്മൾ ആലോചിക്കണം. സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ ചിത്രങ്ങൾ എഴുതിയിട്ട് പോലും ചുവരുകളില്ല. അങ്ങനെ എന്തെല്ലാം സ്വർഗത്ത് നിന്ന് വിരുന്ന് വരാറുള്ള ചിത്രശലഭങ്ങൾ, നിങ്ങൾ സ്വർഗത്ത് നിന്നൊരു ചിത്രശലഭം വിരുന്ന് വന്നത് സ്വപ്നമായി മാറുന്ന സങ്കല്പങ്ങൾ ഒക്കെ വയലാറിൻ്റെ കാവ്യകൽപ്പന അങ്ങനെ ഫുൾ വോൾട്ടേജിൽ നിൽക്കുന്ന സമയമാണത്. രാഗമാലികകളുടെ തമ്പുരാനാണ് ദക്ഷിണാമൂർത്തി സ്വാമി. അദ്ദേഹം തീർത്തിട്ടുള്ള നിരവധി രാഗമാലിക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രാഗങ്ങൾ കോർത്ത ഒരു മാല്യം. അത് വെറുതെ ഏതെങ്കിലും രാഗങ്ങൾ കോർത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള വിവിധ ക്യാരക്ടേഴ്സുള്ള രാഗങ്ങളെ അദ്ദേഹം അതിമനോഹരമായി സന്നിവേശിപ്പിച്ച് പല ഗാനങ്ങളിലും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സ്വപ്നങ്ങൾ എന്ന കാവ്യമേളയിലെ ഈ മനോഹര ഗാനം. ഷഹാനയിൽ തുടങ്ങി ഷൺമുഖപ്രിയയിലൂടെ കല്യാണിയിൽ അവസാനിക്കുന്ന ഈ മനോഹര ഗാനം എന്നും നമ്മുടെ ഒരു സുന്ദര സ്വപ്നം തന്നെയായിരിക്കും. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമി ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ദേവി ശ്രീദേവി. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പ്രേം നസീർ നിന്ന് പാടി കഴിയുന്ന പറഞ്ഞ ഷീല വന്ന് ഒറ്റ അടി. കാരണം അറിയുന്നില്ല ഇത് അന്ധഗായകനാണെന്നുള്ള അറിയാതെ അടിച്ചു പോകുന്നതാണ്. പിന്നെ ഈ മ്യൂസിക്കലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രത്യേകത തോന്നിയത്, സാധാരണ നമ്മൾ പാട്ടിന് ഫുൾ തബല വായിച്ചിട്ട് ഇൻസ്ട്രുമെൻസിന് വേറെ ഏതെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാണ് കേട്ടിട്ടുള്ളത്. അതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. പാട്ടിന് മുഴുവൻ ഇടയ്ക്കാണ് അങ്ങനെ പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് മുഴുവൻ തബലയെ വായിച്ചിട്ടുള്ള അങ്ങനെ ഒരു പ്രത്യേകത ഈ പാട്ടിനുണ്ട്. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിൻ ദേവാലയവാതിൽ, തേടി വരുന്നു ഞാൻ. അമ്പലനടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിലും കണ്ടില്ല. അമ്പലനടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിലും കണ്ടില്ല. ആശ്രമവനത്തിലും അന്തഃപുരത്തിലും അല്ലിപ്പൂങ്കാവിലും കണ്ടില്ല. ദേവി ശ്രീദേവി. മാനസ പൊയ്കതൻ കടവിൽ നിന്റെ മണിവീണനാദം കേട്ടു ഞാൻ. മനസ്സിനുള്ളിലെ പൂജാമുറിയിൽ നിൻ കനകച്ചിലമ്പൊലി കേട്ടു ഞാൻ. ദേവി ശ്രീദേവി.